ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ്. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇത് ഞാനൊരു ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ടർ ചിക്കൻ ഉണ്ടാക്കാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് അധികവും ഇതിന് യൂസ് ചെയ്യുക. പക്ഷേ ഞാനെല്ലാം 1 കിലോ ചിക്കനാണ് എടുത്തത്. അതിൽ എല്ലാ പാട്ടും ഉണ്ട്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങനീര്, കട്ടത്തൈര്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നീ സാധനങ്ങളൊക്കെ ഇട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ടൈം ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റാകാൻ വെക്കാം നമുക്ക്. അത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ഇതുണ്ടാക്കുന്നതിനൊരു കാരണമുണ്ട്, അതും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പറയാം കേട്ടോ. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എന്താ ഉണ്ടാക്കാനുള്ളൊരു കാരണം. ഞാനത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നൊരു സംഭവമാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഞാനിത് അതിനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സവാളയും പിന്നെ കുറച്ച് തക്കാളിയും, ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്യണമില്ല, കാരണം ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അതിനെക്കൊണ്ട് അങ്ങനെ ഒരു മാക്സിമം വലുതാക്കി കട്ട് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ആ ബട്ടറിലിട്ട് കുറച്ച് ആ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ ഒന്ന് എടുത്ത് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് ഞാനിതാ കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് തക്കാളി, പിന്നെ സവാള, പിന്നെ കുറച്ച് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇട്ടിട്ടുണ്ട്, കാഷ്യൂനട്ട്. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കല്ല, നന്നായിട്ട് വഴറ്റിയെടുക്കണം. രണ്ടും കൂടിയും മാറിപ്പോയതാണ്, ക്ഷമിക്കണം. അങ്ങനെ ഞാനിതാ അതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി, മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലും കുറച്ച് ഒരു പൊടിക്ക് ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതൊന്നും ഇടാറില്ല എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനത് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. കാരണം വെച്ചാൽ അത് ഭയങ്കര തിക്നെസ് ആയതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ. ഇതിലേക്ക് നമുക്ക് ഇനി ഫ്രഷ് ക്രീമും കൂടെ ഒഴിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ടൈറ്റായി പോകും. അപ്പോൾ ഞാൻ കുറച്ച് ആറിയിട്ടില്ലായിരുന്നു ചൂട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇടണം. പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ കുറച്ച് ദിവസമായി പുറത്തായിരുന്നു. അപ്പോൾ അവന് വന്നപ്പോൾ അവന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി തരുമോ, നമുക്ക് എന്തെങ്കിലും ഈവനിങ് രാത്രി കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഈവനിങ് എന്നോട് ഞാൻ സംസാരിച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള എന്താ പറഞ്ഞോ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ പരീക്ഷണത്തിനോട് വലിയ താല്പര്യമുള്ളതാണ്. ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുന്നതിനെക്കാട്ടിലും ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നാൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാം. അവന് കുറേ കാലമായി ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ വില്ലിങ്ങായി, ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അവന് സാധനമൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് ഞാനങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിയതാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ഒന്നായിട്ട് കാലിയായിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. ഇത് പൊറാട്ടൻ്റെ കൂടെ ആയിരുന്നു കഴിച്ചിരുന്നത്. പിന്നെ അതിലേക്ക് ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.